തൃത്താലയുടെ ചരിത്രപ്രസിദ്ധമായ മണ്ണിൽ നെളിയുടെ തടങ്ങളിൽ വിരിഞ്ഞ സംസ്കൃതിയുടെ വേരുകൾ തേടിപ്പോകുന്ന ഏതൊരു സഞ്ചാരിയെയും ഭക്തിയുടെയും വിസ്മയത്തിൻ്റെയും കൊടുമുടിയിൽ എത്തിക്കുന്ന ഒരിടമുണ്ട്. നാഗലശ്ശേരി പഞ്ചായത്തിലെ മൈലാഞ്ചിക്കാട്. അവിടെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 അടിയോളം ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന അയ്യാലക്കുന്നിൻ മുകളിൽ കല്ലും മുള്ളും താണ്ടിയെത്തുന്ന ഭക്തർക്ക് ദർശന പുണ്യം നൽകി ഭാവശുദ്ധിയോടെ വാഴുകയാണ് അയ്യാല അയ്യപ്പൻ നിര ധർമ്മശാസ്താവ്. സഹ്യപുത്രന്റെ സന്നിധിയായ ശബരിമലയെ അനുസ്മരിപ്പിക്കുന്ന വിധം പ്രകൃതിയുടെ മടിത്തട്ടിൽ പള്ളികൊള്ളുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ പൗരാണിക ക്ഷേത്ര സംസ്കാരത്തിൻ്റെയും താന്ത്രിക പാരമ്പര്യത്തിൻ്റെയും ജീവിക്കുന്ന സ്മാരകമാണ്. അയ്യാല ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തന്നെ ഒരു തപസ്യയാണ്. പ്രധാന പാതയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം, കരിയിലകൾ നിറഞ്ഞ വഴികൾ, കാലുകളെ മുറിപ്പെടുത്തുന്ന കല്ലുകൾ, വന്യമായ കുറ്റിച്ചെടികൾ. ശബരിമലയിലേക്കുള്ള കഠിനമായ കാനനപാതയുടെ ഒരു ചെറുരൂപം ഇവിടെ ദർശിക്കാം. 103 ഏക്കറോളം വരുന്ന വിസ്തൃതമായ കുന്നിൻ പ്രദേശം ഇന്നും അതിൻ്റെ സ്വാഭാവിക വന്യത നിലനിർത്തുന്നു. വിഷപ്പാമ്പുകളും കാട്ടുപന്നികളും കുരങ്ങന്മാരും വിഹരിക്കുന്ന ഈ കാട്ടുപ്രദേശം ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭയത്തിൻ്റേതല്ല, മറിച്ച് പ്രകൃതിയുമായുള്ള താതാത്മ്യം പ്രാപിക്കലിൻ്റെ ഇടമാണ്. കുന്നിൻ മുകളിലെത്തുമ്പോൾ അനുഭവപ്പെടുന്ന തണുത്ത കാറ്റും പ്രശാന്തതയും താഴെ താഴ്വരയിൽ ഉപേക്ഷിച്ചു വന്ന ലൗകിക വ്യഗ്രതകൾക്ക് അറുതി വരുത്തുന്നു. ഒരു ക്ഷേത്രം എങ്ങനെയാണ് ഭൂമിശാസ്ത്രപരമായ ഔന്നിത്യം കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അയ്യാല അയ്യപ്പൻ നിര. ഈ ക്ഷേത്രം പ്രസിദ്ധമായിട്ടുള്ള കൂടല്ലൂർ മനവകയാണ് ക്ഷേത്രം. അവരുടെ ഊരായ്മയിലാണ് ഇത് നടന്നത്. പ്രസിദ്ധമായിട്ടുള്ള നാഗലശ്ശേരി അയ്യപ്പൻകാവിൻ്റെ മൂലസ്ഥാനമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ, അയ്യപ്പ ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മയാണ് കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നിരവധി പണികൾ ഇനി ഇവിടെ ചെയ്യാൻ ബാക്കി കിടക്കണ്ടേ. അപ്പോൾ ഈ കൊല്ലം മൂലസ്ഥാനമാണ് ഇപ്പോൾ ഇത്, ക്ഷേത്രമല്ല. ക്ഷേത്രം കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് സ്ഥാനനിർണ്ണയമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇക്കൊല്ലം മുതൽ ക്ഷേത്രം പണിയിലേക്ക് തിരിയണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ഇവിടെ അടിയന്തരമായിട്ട് ഇനി ചെയ്യാനുള്ള പണി, ഇവിടെ ഈ അഗ്രശാലയുടെ ഉള്ളിൽ ടൈൽസ് ഇടുക, മിറ്റം ടൈൽസ് ഇടുക, പിന്നെ ബാത്റൂമുകൾ 3 എണ്ണം ഉണ്ടാക്കുക. അതിനുശേഷം ക്ഷേത്രപ്പണിയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഭക്തജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും തുടർന്നിട്ടും അങ്ങനെ പോകണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കേരളത്തിലെ ശാസ്ത ആരാധനയുടെ ചരിത്രത്തിൽ 108 അയ്യപ്പ ക്ഷേത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പാരമ്പര്യമനുസരിച്ച് പ്രശസ്തമായ നാഗലശ്ശേരി അയ്യപ്പൻകാവിൻ്റെ ശ്രീമൂലസ്ഥാനം എന്നാണ് അയ്യാല അയ്യപ്പൻ നിര അറിയപ്പെടുന്നത്. ഒരു ദേവചൈതന്യം ആദ്യമായി കുടികൊണ്ട ഇടത്തെയാണ് ശ്രീമൂലസ്ഥാനം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഗലശ്ശേരിയിലെ ചൈതന്യത്തിൻ്റെ ഉറവിടം ഈ കുന്നിൻ മുകളിൽ ആണ് എന്ന് വിശ്വാസികൾ ഉറച്ചു കരുതുന്നു. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാണ് ചരിത്രകാരന്മാരും ഐതിഹ്യങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത്. കൂടല്ലൂർ മനയുമായി ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. ഭാരതീയ ദർശനങ്ങളിൽ പതഞ്ജലി മഹർഷിയുടെ പാത പിന്തുടരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരുടെ താവളമായിരുന്നു ഒരു കാലത്ത് ഈ പ്രദേശം. തപസ്വികളായ യോഗീശ്വരന്മാർ നിർജ്ജനമായ ഈ കുന്നിൻ മുകളിൽ ഇരുന്ന് ധർമ്മശാസ്താവിനെ ഉപാസിച്ചിരുന്നു എന്ന സങ്കല്പം ഈ സ്ഥലത്തിന് ഒരു സിദ്ധാശ്രമത്തിന്റെ പരിവേഷം നൽകുന്നു. അയ്യാല അയ്യപ്പൻ നിരയിലെ ആരാധനാക്രമം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ പ്രതിഷ്ഠയേക്കാൾ പ്രാധാന്യം സങ്കല്പത്തിനാണ്. ധർമ്മശാസ്താവിന്റെ ചിത്രം വെച്ചുകൊണ്ടാണ് നിത്യപൂജകളും താന്ത്രിക ചടങ്ങുകളും നടന്നു പോരുന്നത്. പ്രകൃതി ശക്തികളെ നേരിട്ടാരാധിക്കുന്ന പുരാതനമായ ഒരു ശൈലിയുടെ തുടർച്ചയായി ഇതിനെ കാണാം. പ്രശസ്തമായ അണ്ടലാടിമനയിലെ നമ്പൂതിരിമാരാണ് ഈ ക്ഷേത്രത്തിലെ താന്ത്രിക വിധികൾക്ക് നേതൃത്വം നൽകുന്നത്. കേരളത്തിലെ താന്ത്രിക കുടുംബങ്ങളിൽ അത്യുന്നതമായ സ്ഥാനമുള്ള അണ്ടലാടിമനയുടെ സാന്നിധ്യം ക്ഷേത്രത്തിലെ കർമ്മങ്ങളുടെ പരിശുദ്ധി വിളിച്ചോതുന്നു. കുന്നിൻ മുകളിലെ മരത്തിന് സമീപത്തുള്ള ശ്രീമൂലസ്ഥാനത്ത് വിളക്ക് വെച്ച് നടത്തുന്ന ആരാധന
വൃക്ഷങ്ങളെയും പ്രകൃതിയെയും ദൈവമായി കണ്ടിരുന്ന പുരാതന ദ്രാവിഡ ആര്യ സംസ്കാരങ്ങളുടെ സമന്വയമാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവം വൃശ്ചിക മാസം 1-ാം തീയതി മലകയറ്റ മഹോത്സവം. പിന്നെ ക്ഷേത്ര ഉത്സവമായിട്ട് മകരസംക്രമം ആഘോഷിക്കാം. അത് ഒരു വട്ടേ ചെയ്തിട്ടുള്ളൂ, പിന്നെ ചെയ്തിട്ടില്ല. ഇവിടെ ലൈറ്റ്, കറണ്ട് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ നിർമ്മാണ സാധനങ്ങളൊക്കെ തലച്ചുമടായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെയുള്ള പല പരിമിതികൾ ഇവിടെ ഉണ്ട്. പിന്നെ അയ്യപ്പ ഭക്തന്മാരായിട്ട് ഈ സമീപത്തുള്ളവരുടെയൊക്കെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇത് നടക്കുന്നത്. നാഗലശ്ശേരി അയ്യപ്പൻകാവിൻ്റെ മൂലസ്ഥാനമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ പതഞ്ജലി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടല്ലൂർ മനക്കിലാണ്. ആ പതഞ്ജലിയെ ആരാധിച്ചിരുന്ന ബ്രാഹ്മണന്മാരുടെ ഒരു സങ്കേതമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ കാലാന്തരത്തിൽ ഇവിടെ ഇങ്ങനെ റബ്ബർ കൃഷിയൊക്കെ 4 ഭാഗം വന്നപ്പോൾ ക്ഷേത്രത്തിൽ പുരാതനമായിട്ട് തന്നെ ഇവിടെ ക്ഷേത്രത്തിൽ നാട്ടുകാർ വരിക, വിളക്ക് വയ്ക്കുക, അങ്ങനെയാണ്. ഇത് മൂലസ്ഥാനമാണ്, ക്ഷേത്രമല്ല. അപ്പോൾ വിളക്ക് വയ്ക്കുക. കർഷക സമൃദ്ധി ഇവിടെ നിലനിന്നിരുന്നൊരു കാലത്ത് ജനങ്ങൾ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ അയ്യപ്പന് വന്ന് സമർപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. ഓണത്തിന് പൂവിളിയിടും, ഇവിടെ അയ്യപ്പന് പൂക്കളിടും, പൂവിളിക്കും. പൂവിളിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മലദൈവങ്ങൾക്കുള്ള ഒരു സമർപ്പണമായിട്ടാണ് അത് കണക്കാക്കുന്നത്. അത് ദണ്ടുകല്ല് എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തൊരു അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ്. അപ്പോൾ മലദൈവങ്ങൾക്കുള്ളൊരു സമർപ്പണമാണ് അത്ര അത്. അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ ഭക്തിപൂർവം പ്രാർത്ഥിച്ചാൽ അനപത്യത ദുഃഖം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തെ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. 500 അടിയോളം ഉയരമുള്ള ഒരു കുന്നിൻ മുകളിൽ ചുറ്റും പാറക്കെട്ടുകൾക്കിടയിൽ എങ്ങനെ വെള്ളം ലഭിക്കുന്നു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത അത്ഭുതമാണ്. ക്ഷേത്രമുറ്റത്തെ വറ്റാത്ത കിണർ അയ്യാലിയുടെ വലിയൊരു സവിശേഷതയാണ്. കഠിനമായ വേനലിലും ഈ കിണറിലെ ജലനിരപ്പ് താഴാറില്ല. ഭക്തർക്ക് ദാഹശമനത്തിനായും ദേവന്റെ അഭിഷേകത്തിനായും പ്രകൃതി നൽകിയ ഈ തീർത്ഥം ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ സങ്കീർണമായ വിന്യാസമാകാം. എങ്കിലും ഭക്തർക്കിത് ശാസ്താവിൻ്റെ കാരുണ്യമാണ്. വൃശ്ചികമാസം 1-ാം തീയതിയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം. മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ ആയിരക്കണക്കിന് ഭക്തർ അയ്യാല മലകയറ്റം എന്ന ചടങ്ങിനായി ഇവിടെ ഒത്തുകൂടുന്നു. ശബരിമലയിലേക്ക് പോകാൻ മാലയിടുന്ന അയ്യപ്പ ഭക്തർക്ക് ഈ മലകയറ്റം ഒരു പരിശീലനവും ആത്മീയമായ തയ്യാറെടുപ്പുമാണ്. മകരസംക്രമം ഇവിടെ അതിവിപുലമായി ആഘോഷിക്കാറുണ്ട്. ആധുനികമായ ആർഭാടങ്ങളെക്കാൾ ആചാരപരമായ നിഷ്ഠകൾക്കാണ് ഇവിടെ പ്രാധാന്യം. കുന്നിൻ മുകളിൽ ദീപങ്ങൾ തെളിയിക്കുമ്പോൾ അത് താഴെ താഴ്വരയിൽ ഉള്ളവർക്ക് ഒരു വലിയ ആത്മീയ വെളിച്ചമായി മാറുന്നു. പ്രകൃതിയുടെ വന്യതയും മന്ത്രോച്ചാരണങ്ങളും ചേരുമ്പോൾ രൂപപ്പെടുന്ന അന്തരീക്ഷം വാക്കുകൾക്കതീതമാണ്. നിലവിൽ വലിയ നിർമ്മിതികൾ ഇല്ലാത്ത ഈ ക്ഷേത്രത്തെ ഒരു മഹാക്ഷേത്രമായി ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ സജീവമാണ്. പാരമ്പര്യ വാസ്തുവിദ്യയുടെ കുലപതിയായ കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് പുതിയ ക്ഷേത്രത്തിനായുള്ള രൂപകൽപ്പനയും സ്ഥാനനിർണയവും നടത്തിയിരിക്കുന്നത്. കുന്നിൻ മുകളിലെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ വന്യത നഷ്ടപ്പെടുത്താതെ തന്നെ ഭക്തർക്ക് സൗകര്യപ്രദമായ നിർമ്മാണമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കൂടല്ലൂർ മനയുടെ പൂർണ്ണമായ സഹകരണത്തോടെ നടക്കുന്ന ഈ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മലബാറിലെ തന്നെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി അയ്യാല അയ്യപ്പൻനിര മാറും. അയ്യാല അയ്യപ്പൻനിര ധർമ്മശാസ്താ ക്ഷേത്രം ആധുനിക കാലഘട്ടത്തിലും സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്നത് അത് ഉയർത്തിപ്പിടിക്കുന്ന ഉദാത്തമായ ദർശനങ്ങൾ കൊണ്ടാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രസക്തിയെ പ്രധാനമായും 3 തലങ്ങളിൽ വിശകലനം ചെയ്യാം. ഒന്നാമതായി പരിസ്ഥിതിയും ഈശ്വരീയതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ ഇത് ഊട്ടിയുറപ്പിക്കുന്നു. കോൺക്രീറ്റ് സൗധങ്ങൾക്കുള്ളിൽ ദൈവത്തെ തളച്ചിടുന്ന ആധുനിക രീതിക്ക് വിരുദ്ധമായി കാടിനെയും വന്യമൃഗങ്ങളെയും പ്രകൃതിയെയും ആദരിച്ചുകൊണ്ട് മാത്രമേ സ്രഷ്ടാവിനെ ദർശിക്കാനാകൂ എന്ന വലിയ പാഠം ഈ കുന്നിൻ മുകളിലെ വന്യത നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി ഭക്തിയുടെ അന്തസത്ത, ലാളിത്യമെന്ന് ഈ ക്ഷേത്രം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. 21 കൊല്ലമായി കിണർ പണി കഴിഞ്ഞിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ക്ഷേത്ര ആവശ്യത്തിനുള്ള വെള്ളം ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടാവും. പിന്നെ
താഴത്തേക്കുള്ള സ്റ്റെപ്പ് നിർമ്മാണം ചെയ്യണം, ക്ഷേത്ര നിർമ്മാണം വേണം, 5000-6000 കല്ലുകളൊക്കെ വേണം. അത് കുഴപ്രതിഷ്ഠയാണ് അയ്യപ്പൻ്റെ. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ പ്രഭാസത്തിക സമേതനായിട്ടുള്ള അയ്യപ്പൻ്റെ സങ്കല്പമാണ് ഇവിടെ. പിന്നെ ഉപദേവതയായിട്ട് വിഘ്നേശ്വരനുണ്ട്, മഹാകാളിയുണ്ട്, യോഗീശ്വരനുണ്ട്. പിന്നെ ഇവിടെ ഒരു തപസ് ചെയ്തിരുന്ന ഒരു ബ്രാഹ്മണൻ്റെ ഒപ്പം പോന്ന വേട്ടക്കരൻ കിരാതമൂർത്തിയുടെ പ്രതിഷ്ഠ ഇതിനോട് അനുബന്ധിച്ചിട്ടുണ്ട്. പിന്നെ നാഗസാന്നിധ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കൊല്ലം മുതൽ ക്ഷേത്ര നിർമ്മാണമായിട്ട് മുന്നോട്ട് പോകാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ആഡംബരപൂർണമായ ഗോപുരങ്ങളോ സ്വർണ്ണ കൊടിമരങ്ങളോ ഇല്ലാതെ ശാസ്താവിന്റെ ഒരു ചിത്രം മാത്രം വെച്ച് നടത്തുന്ന പൂജാവിധികൾ ഭക്തന്റെ ഹൃദയശുദ്ധിക്കും ഭാവശുദ്ധിക്കുമാണ് മുൻഗണന നൽകുന്നത്. മൂന്നാമതായി, ഈ ക്ഷേത്രം കേരളത്തിന്റെ ചരിത്രപരമായ തുടർച്ചയുടെ അടയാളമാണ്. പതഞ്ജലി മഹർഷിയുടെ ദർശനങ്ങൾ പിന്തുടർന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരുടെ തപസ്സും കൂടല്ലൂർ മനയുടെ പാരമ്പര്യവും ഈ മണ്ണിൽ ഇന്നും ലയിച്ചു ചേർന്നിരിക്കുന്നു. ആധുനികതയുടെ വേഗതയിൽ നാം വിസ്മരിച്ചു പോകുന്ന പൗരാണിക സംസ്കാരത്തെയും പ്രകൃതിബോധത്തെയും വീണ്ടെടുക്കാൻ സഹായിക്കുന്നു എന്നതാണ് അയ്യാല ക്ഷേത്രത്തെ ഇന്നും പ്രസക്തമാക്കുന്നത്. അയ്യാല അയ്യപ്പൻ നിര ധർമ്മശാസ്താ ക്ഷേത്രം വെറുമൊരു കുന്നിൻമുകളിലെ ആരാധനാലയമല്ല. അത് വിശ്വാസത്തിൻ്റെയും പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ചരിത്രബോധത്തിൻ്റെയും ഒരു സംഗമഭൂമിയാണ്. നാഗലശ്ശേരിയുടെ ഹൃദയഭാഗത്ത് പച്ചപ്പിന് നടുവിലിരിക്കുന്ന ഈ ധർമ്മശാസ്താവ് വരാനിരിക്കുന്ന തലമുറകൾക്ക് ആത്മീയമായ കരുത്തും സാംസ്കാരികമായ അഭിമാനവും നൽകും എന്നതിൽ സംശയമില്ല. പുതിയ ക്ഷേത്ര നിർമ്മാണത്തിലൂടെ ഈ പുണ്യഭൂമി കൂടുതൽ ഭക്തരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആദിമമായ വിശുദ്ധിയും പ്രകൃതി മനോഹാരിതയും കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. ആ മലകയറ്റം കേവലമൊരു ശാരീരിക അധ്വാനമല്ല, മറിച്ച് ഓരോ മനുഷ്യനിലും തന്നിലെ ദൈവീകതയിലേക്ക് നടത്തുന്ന യാത്രയാണ്. തൃത്താലയുടെ മണ്ണിലെ ഈ അയ്യാല മലകയറ്റം നേരിട്ട് അനുഭവിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷമായ ഒരു ആത്മീയ അനുഭവമായിരിക്കും.